ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ഫുട്ബോൾ രാജ്യങ്ങളിലൊന്ന്. 3 തവണ തുടർച്ചയായി ഏഷ്യൻ കപ്പ് നേടിയ ടീം. ലോകകപ്പിൽ അമേരിക്കയെ തോൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ച രാജ്യം. കാൽപന്തിന്റെ താളം ഇടനെഞ്ചിലേറ്റിയ ജനത. ഇത് ഇറാന്റെ ഫുട്ബോളിന്റെ കഥയാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം അക്കാലത്ത് ടെഹ്റാനിലെ ബ്രിട്ടീഷ് എംബസിയിലെ ഉദ്യോഗസ്ഥർ വൈകുന്നേരങ്ങളിൽ വിചിത്രമായ ഒരു വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. ഒരു തുകൽപന്തിനെ അവർ മൈതാനത്തിന്റെ ഇരുവശങ്ങളിലേക്കും ആവേശത്തോടെ തട്ടിക്കളിച്ചു. ഇറാനികൾ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നോക്കി നിന്ന ആ പാച്ചിലാണ് ഫുട്ബോൾ എന്ന വികാരത്തിന്റെ വിത്തുകൾ ആദ്യമായി ആ മണ്ണിൽ പാകിയത്. ഈ കഥയിലെ യഥാർത്ഥ വഴിത്തിരിവുണ്ടാകുന്നത് 1908-ലാണ്. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഖുസിസ്ഥാനിലെ മസ്ജിദ് ഇ സുലൈമാൻ എന്ന വരണ്ടുണങ്ങിയ ഭൂമിയിലെ മണ്ണ് തുരന്ന് ബ്രിട്ടീഷ് എണ്ണ കമ്പനികൾ പെട്രോളിയത്തിന്റെ ഉറവ പൊട്ടിച്ചു. അതോടെ മാറിയത് ഇറാന്റെ ചരിത്രം മാത്രമല്ല, കായിക ഭൂതകാലം കൂടിയായിരുന്നു. എണ്ണ ഖനനത്തിനായി കൂടുതൽ ബ്രിട്ടീഷുകാർ അവിടേക്ക് ഒഴുകിയെത്തി. ജോലി കഴിഞ്ഞുള്ള വിരസത മാറ്റാൻ വൈകുന്നേരങ്ങളിൽ അവർ ആ മണ്ണിൽ ഗോൾ വലകൾ കെട്ടി പന്തിന് പിന്നാലെ ആർപ്പുവിളികളോടെ പാഞ്ഞു. ഒരു പന്തിന് പിന്നാലെ കുറെ പേർ ഓടുന്നത് മാറി നിന്ന് നോക്കിയിരുന്ന ഇറാനിലെ കൗമാരക്കാരുടെ ഉള്ളിലേക്കും ഫുട്ബോൾ എന്ന കളിയുടെ ആവേശം മെല്ലെ മെല്ലെ പടർന്നു. അതാണല്ലോ കാൽപന്ത് കളിയുടെ മാജിക്. തുണികൾ ചുരുട്ടിക്കെട്ടി പന്തുണ്ടാക്കി വിദേശികൾ കളിച്ചതുപോലെ തട്ടിക്കളിക്കാൻ തുടങ്ങി. ആ വിനോദം അവരെ പെട്ടെന്ന് തന്നെ കീഴടക്കി. പരുക്കൻ മണ്ണിൽ വീണും മുറിവേറ്റും അവർ ആ വിനോദത്തെ നെഞ്ചോട് ചേർത്തു. വർഷങ്ങൾ കടന്നുപോയി. തെരുവുകളിൽ നിന്ന് തുടങ്ങിയ ആ പന്തുകളി 1920-കളിൽ ഔദ്യോഗിക അസോസിയേഷനായി മാറി. 1941-ൽ അവർ സ്വന്തം ജേഴ്സി അണിഞ്ഞ് ഇറാൻ ദേശീയ ടീം എന്ന പേരിൽ ആദ്യമായി അന്താരാഷ്ട്ര മൈതാനത്തേക്ക് ഇറങ്ങി. അങ്ങനെ വിദേശികളായ എണ്ണ ഖനനക്കാർ വിനോദത്തിനായി കൊണ്ടുവന്ന ആ തുകൽപന്ത് ഇന്ന് കോടിക്കണക്കിന് ഇറാനികളുടെ ഹൃദയമിടിപ്പായി മാറി. 1968 ഇറാൻ ആദ്യമായി ഏഷ്യൻ കപ്പ് നേടിയ വർഷം. അന്ന് ഇറാനോട് തോറ്റത് ഇസ്രായേൽ. അതൊരു തുടക്കം മാത്രമായിരുന്നു. 1972-ലും 1976-ലും വീണ്ടും കിരീടം. തുടർച്ചയായി 3 ഏഷ്യൻ കപ്പുകൾ. ഇന്നും ആരും മറികടക്കാത്ത നേട്ടം. ആ കാലത്ത് ഏഷ്യയിൽ ഇറാനെ തോൽപ്പിക്കുക എന്നത് അസാധ്യം തന്നെയായിരുന്നു. ഈ 3 ടൂർണമെന്റുകളിലും കളിച്ച ഒരു മത്സരത്തിൽ പോലും ഇറാൻ തോറ്റിട്ടില്ല. അതെ, ഏഷ്യൻ ഫുട്ബോളിലെ പേർഷ്യൻ സാമ്രാജ്യം. ഏഷ്യയിലെ അപ്രമാദിത്വം ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയായ ഫിഫ ലോകകപ്പിലും തെളിയിക്കാൻ ഇറാൻ പല തവണ ശ്രമിച്ചിട്ടുണ്ട്. കിരീടങ്ങളോ നോക്കൌട്ട് യോഗ്യതയോ അവകാശപ്പെടാനില്ലെങ്കിലും രാഷ്ട്രീയവും കായികവുമായ അനവധി നാടകീയ നിമിഷങ്ങൾ നിറഞ്ഞതാണ് ഇറാന്റെ ലോകകപ്പ് ചരിത്രം. 1978 അർജന്റീനയിൽ നടന്ന ലോകകപ്പിൽ ഇറാൻ ആദ്യമായി ലോകവേദിയിലേക്ക് എത്തിയ വർഷം. ഏഷ്യൻ കപ്പിലെ ഹാട്രിക് കിരീട നേട്ടത്തിന്റെ ഗരിമയുമായാണ് വരവ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ശക്തരായ ഹോളണ്ടിനോടും പെറുവിനോടും തോറ്റെങ്കിലും മുൻ ലോക ചാമ്പ്യന്മാരായ സ്കോട്ട്ലൻഡിനെ 1-1 സമനിലയിൽ തളച്ച് ഇറാൻ ലോകത്തെ ഞെട്ടിച്ചു. ഇറാന്റെ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ പോയിന്റായിരുന്നു അത്. ഇറാനിയൻ താരം ഇറാജ് ഡാനായിഫർ ആണ് രാജ്യത്തിന്റെ ആദ്യ ലോകകപ്പ് ഗോൾ നേടിയത്. ഇതുവരെ 7 തവണ ഇറാൻ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. അതിൽ നൂറ്റാണ്ടിന്റെ മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് 98-ലെ ഫ്രാൻസ് ലോകകപ്പാണ്. പല കാരണങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട ലോക കായിക മാമാങ്കം. സ്വന്തം മണ്ണിൽ നടന്ന മത്സരത്തിൽ ഫ്രാൻസ് ആദ്യമായി ലോക കിരീടത്തിൽ മുത്തമിട്ടു. സിനദീൻ സിദാൻ എന്ന ഇതിഹാസത്തിന്റെ ഉദയം. ഇസ്ലാമിക വിപ്ലവത്തിനും ഇറാൻ ഇറാഖ് യുദ്ധത്തിനും ശേഷം 20 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലോകവേദിയിലേക്ക് തിരിച്ചെത്തിയ ആ വേൾഡ് കപ്പ് ഇറാനും പ്രിയപ്പെട്ടതാണ്. കായികവും രാഷ്ട്രീയവും വൈകാരികവുമായ പല കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. ഈ 20 വർഷങ്ങൾക്കിടയിൽ വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് ആ രാജ്യവും അവരുടെ ഫുട്ബോളും കടന്നുപോയത്. ഇറാൻ ഫുട്ബോളിൽ അലി ദായി, ഗൊദാദാദ് അസീസി തുടങ്ങിയ സുവർണ തലമുറയുടെ കാലമായിരുന്നു അത്. ഈ ലോകകപ്പിലാണ് ഫുട്ബോൾ ചരിത്രത്തിലെ വിഖ്യാതമായ ആ മത്സരം നടക്കുന്നത്. ഇറാൻ വേഴ്സസ് USA. ഗ്രൂപ്പ് എഫിൽ ജർമ്മനി, യൂഗോസ്ലോവിയ എന്നിവർക്കൊപ്പം USA-യും ഇറാന്റെ ഗ്രൂപ്പിലായിരുന്നു. ഇന്നത്തേതിന് സമാനമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും തകർന്ന നിലയിൽ. അതുകൊണ്ടുതന്നെ ജൂൺ 21-ന് ലിയോണിൽ നടന്ന ഇറാൻ USA മത്സരത്തിന് യുദ്ധത്തിന്റെ പ്രതീതിയുണ്ടായിരുന്നു. ശത്രുരാജ്യങ്ങൾ കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്നു.
താരങ്ങൾ ഹസ്തദാനം ചെയ്യുമോ എന്നതിൽ വരെ സസ്പെൻസും ആശങ്കയും. പക്ഷേ US താരങ്ങൾക്ക് വെളുത്ത റോസാപ്പൂക്കൾ സമ്മാനിച്ച് കളിക്കളത്തിലെ പരസ്പര ബഹുമാനത്തിന് പുതിയൊരു മാതൃക ഇറാൻ കാണിച്ചു. ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും. കായിക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രൂപ്പ് ഫോട്ടോകളിൽ ഒന്ന് തീർച്ചയായും അതായിരിക്കും. പക്ഷേ മത്സരം തുടങ്ങിയതോടെ ഈ സമാധാന അന്തരീക്ഷമെല്ലാം മാറി. തങ്ങളെക്കാൾ കരുത്തരായ രാജ്യത്തെ മൈതാനത്ത് തോൽപ്പിക്കുക എന്നത് ഇറാൻ താരങ്ങളുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു. മത്സരത്തിന്റെ 40-ാം മിനിറ്റ് ഹമീദ് എസ്തിലിയുടെ മനോഹരമായ ഹെഡർ ഗോളിലൂടെ ഇറാൻ മുന്നിലെത്തി. ഗോൾ നേടിയ ശേഷം കരഞ്ഞുകൊണ്ട് മൈതാനത്തിലൂടെ ഓടുന്ന എസ്തിലി ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. 83-ാം മിനിറ്റിൽ അലി ദാഇയുടെ പാസിൽ മെഹ്ദി മഹ്ദവിയ ഇറാന്റെ 2ാം ഗോളും നേടി. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ബ്രയാൻ മക്ബ്രൈഡ് ഒരു ഗോൾ മടക്കി നൽകിയെങ്കിലും മത്സരം 2-1 ഇറാൻ സ്വന്തമാക്കി. ലോകകപ്പിൽ ഇറാന്റെ ആദ്യ ജയം, അതും അമേരിക്കയ്ക്കെതിരെ. 90 മിനിറ്റ് നീണ്ടുനിന്ന വെറുമൊരു ഫുട്ബോൾ മത്സരം മാത്രമായിരുന്നില്ല അവർക്കത്. ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ പോരാട്ടമായിരുന്നു. അന്ന് ഇറാന്റെ തെരുവുകളിൽ ജനങ്ങൾ പുലരുവോളം നൃത്തം ചെയ്ത് ആഘോഷിച്ചു. ആ ലോകകപ്പിൽ ഇറാന്റെ കുതിപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാനിച്ചെങ്കിലും കളിച്ച 3 മത്സരങ്ങളിലും മികച്ച പോരാട്ട വീര്യം പുറത്തെടുക്കാൻ അവർക്കായി. ഗ്രൂപ്പിൽ 3-ാം സ്ഥാനക്കാരായി മടങ്ങിയെങ്കിലും US-നെതിരായ ആ ഒരൊറ്റ വിജയം മതിയായിരുന്നു 98-ലെ ലോകകപ്പ് ഇറാൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഏടാകാൻ. അലി ദാഇ. ഈ പേരില്ലാതെ ഇറാന്റെ ഫുട്ബോൾ ചരിത്രം പൂർത്തിയാകില്ല. ഇറാൻ ഫുട്ബോൾ ചരിത്രത്തിൽ രാജാവ് എന്ന പദവിക്ക് അർഹനായ ഒരേ ഒരു കളിക്കാരനേ ഉള്ളൂ, അലി ദാഇ. റെക്കോർഡുകൾ തിരുത്തി എഴുതാൻ റൊണാൾഡോയും മെസ്സിയും അവതരിക്കുന്നതിനു മുൻപ് അതെല്ലാം സ്വന്തം പേരിൽ എഴുതിയ ഇതിഹാസം. ടീം മെല്ലിയുടെ സ്ട്രൈക്കറും നായകനുമായ അലി ദാഇ ലോക ഫുട്ബോളിന്റെ മുന്നിൽ ഇറാന്റെ അടയാളം. പ്രതിരോധ കോട്ടകളെ തകർത്തു മുന്നേറുന്ന നായകനെ പേർഷ്യൻ ഭാഷയിൽ രാജാവ് എന്നർത്ഥം വരുന്ന ഷഹരിയാർ എന്നാണ് ആരാധകർ വിളിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ ഇറാന്റെ ഗോൾ മെഷീൻ. ഇറാൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ച 148 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 109 ഗോളുകൾ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 ഗോളുകൾ തികയ്ക്കുന്ന ചരിത്രത്തിലെ ആദ്യ താരം. നീണ്ട 15 വർഷം ഈ റെക്കോർഡ് അയാളുടെ പേരിൽ മാത്രമായിരുന്നു. 2021-ൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തകർക്കുന്നതുവരെ. ഏഷ്യയിലെ പ്രഗത്ഭരായിട്ടും ഇറാനിയൻ താരങ്ങൾക്ക് യൂറോപ്യൻ ക്ലബ്ബുകളിൽ വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. ആ കാലത്താണ് അലി ദാഇ ജർമ്മൻ ലീഗായ ബുണ്ടസ് ലീഗയിലെത്തുന്നത്. പിന്നീട് ബയേൺ മ്യൂണിക് വരെ അദ്ദേഹം വളർന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ താരം ആരാണെന്നതിന് ഉത്തരം അലി ദാഇ എന്നാണ്. ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയുടെയും AC മിലാന്റെയും ഗോൾ വലകൾ കുലുക്കി അയാൾ പേർഷ്യൻ ഫുട്ബോളിന്റെ പോരാട്ട വീര്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഏഷ്യൻ ഫുട്ബോളിൽ ഇറാൻ സാമ്രാജ്യമായിരുന്നെങ്കിൽ ആ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി അലിയാണ്. ആ ടൂർണമെന്റിൽ മാത്രം നേടിയത് 14 ഗോളുകൾ. 96-ലെ ഏഷ്യൻ കപ്പ് ക്വാർട്ടർ ഫൈനൽ. ഇറാന്റെ എതിരാളി ശക്തരായ ദക്ഷിണ കൊറിയ. ആ മത്സരത്തിൽ 6-2 ഇറാൻ ജയിച്ചത്. ഇറാന്റെ 6 ഗോളുകളിൽ 4 എണ്ണം പായിച്ചത് അലി ദാഇയുടെ ബൂട്ടിൽ നിന്ന്. ഇന്നും പേർഷ്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ മികച്ച വ്യക്തിഗത പ്രകടനങ്ങളിൽ ഒന്നാണത്. 1999-ൽ ഏഷ്യയിലെ മികച്ച ഫുട്ബോളറായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയൊരു ലോകകപ്പിന് ഇറാൻ ഇറങ്ങുമ്പോൾ ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മറ്റൊരു USA ഇറാൻ മത്സരത്തിനുള്ള സാധ്യതകൾ വിരളമാണെങ്കിലും അമേരിക്ക കൂടി കോഹോസ്റ്റായ ലോകകപ്പിൽ ഇറാൻ എത്തിയത് മിനാബിൽ കൊല്ലപ്പെട്ട പിഞ്ചു മക്കളുടെ ഓർമ്മകളുമായിട്ടാണ്. 168 എന്ന് രേഖപ്പെടുത്തിയ ജാക്കറ്റ് ധരിച്ച് ഇറാൻ താരങ്ങൾ എത്തിയത് US-നും ലോകത്തിനുമുള്ള അവരുടെ നിശബ്ദ മറുപടിയാണ്. ഇന്ന് ഇറാൻ ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരല്ല. ലോകകപ്പ് കിരീടവും അവരുടെ അലമാരയിലില്ല. പക്ഷേ ഏഷ്യൻ ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകം തുറന്നാൽ 3 ഏഷ്യൻ കപ്പുകളും അലി ദാഇയുടെ റെക്കോർഡുകളും USA-ക്കെതിരായ ആ വിജയവും അവിടെ എഴുതപ്പെട്ട് കിടക്കുന്നു. അതെ, ചില ടീമുകൾ ട്രോഫികൾ കൊണ്ടാണ് ഓർമ്മിക്കപ്പെടുന്നത്, ചില ടീമുകൾ കഥകൾ കൊണ്ടും.